latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കന്നുകാലികളെ കൊല്ലുന്നത് നിരോധിച്ചുകൊണ്ടും വിൽപ്പന നിയന്ത്രിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഈ നിയന്ത്രണത്തിനെതിരെ സോഷ്യൽ മീഡിയയിലും നഗരങ്ങളിലും വലിയ പ്രതിഷേധമുയരുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അനുകൂലിച്ചയാളാണ് സംവിധായകൻ ജോയ് മാത്യു. എന്തുകൊണ്ടാണ് താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അനുകൂലിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം. ജോയ് മാത്യുവിന്റെ കുറിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. കാളപ്പറ്റെന്ന് കേട്ടാൽ കയറല്ല കത്തിയെടുക്കുന്നവരാണ് നമ്മുടെ കാലിപ്രേമികളായ രാഷ്ട്രീയക്കാർ എന്ന് അടിവരയിടുന്ന തരത്തിലാണ് കന്നുകാലി ഇറച്ചിയോടുള്ള പ്രേമം. അതിനായി എന്തെല്ലാം കോപ്രായങ്ങൾ. തീറ്റ ഫെസ്റ്റിവൽ, നടുറോഡിലിട്ട് കാലിയെ അറുക്കൽ തുടങ്ങി ഇതാ പന്നിയിറച്ചി പ്രകോപനങ്ങൾ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. സമരം ചെയ്യുക എന്ന പ്രയോഗത്തെ റോഡിലിറങ്ങുക എന്ന ഒരേ ഒരു രീതിയിൽ മാത്രം കാണുന്നതിന്റെ പരിമിതിയാണിത്. പുതിയ സമരരീതി വെറും തീറ്റ മത്സരമാകുന്നതും അതുകൊണ്ടാണ്. ഞാനും ബീഫ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. സമൂഹം അനുവദിക്കുന്നതും ഒരാൾക്ക് ഇഷ്ടമുള്ളതുമായ ആഹാരം കഴിക്കുന്നതിനെ എതിർക്കാൻ ആർക്കും അവകാശമില്ല എന്നും ഞാൻ കരുതുന്നു. അതിനുമപ്പുറം കഴിക്കുന്ന ആഹാരത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയും ഇല്ലാത്ത ഒരേ ഒരു ജനത നമ്മളെന്ന് പറഞ്ഞാൽ അത് ഒരു അലങ്കാരമല്ല എന്നാദ്യം മനസ്സിലാക്കുക. ബീഫ് എന്ന് മുറവിളി കൂട്ടുന്നവർ ഇതുകൂടി ശ്രദ്ധിക്കണം. കേരളത്തിലെ ഒരു നഗരത്തിൽ ഹോട്ടലുകളിൽ മാത്രം ഒരു ദിവസം വേണ്ടിവരുന്ന ബീഫ് ഏകദേശം 8 ടണ്ണാണ്. അപ്പോൾ 10 നഗരങ്ങളിൽ ഉദ്ദേശം 80 ടൺ. ഒരു മാസത്തേക്ക് വേണ്ടത് 2400 ടൺ. വീടുകളിലേക്ക് മറ്റുമുള്ളത് വേറെയാണ്. ഇത്രയും മാംസം നൽകാനുള്ള കന്നുകാലികൾ കേരളത്തിലുണ്ടോ? ഇല്ല. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും ലോറി വഴി കൊണ്ടുവരുന്ന കന്നുകാലികൾ നമ്മുടെ ആമാശയത്തിൽ എത്തും മുൻപുള്ള പ്രോസസ് കൂടി അറിയുന്നത് നമ്മുടെ രുചിബോധം വർദ്ധിപ്പിക്കും. എന്താണെന്ന് കേട്ടുകൊള്ളുക. അയൽ സംസ്ഥാനത്തു നിന്നും വരുന്ന കന്നുകാലികളെ തരംതിരിച്ചയക്കുന്ന കേന്ദ്രങ്ങളിലൊന്ന് പൊള്ളാച്ചിയിലാണ്. അതിൽ തന്നെ അധികവും പണിയെടുത്ത വയ്യാതായ കാൽ മുടന്തിയും വാരിയല് പൊന്തിയും കുളമ്പുരോഗം പിടിപെട്ടും കണ്ണിൽ പീളയൊലിപ്പിച്ചും ഒരു വക പേക്കോലങ്ങളായിരിക്കും. ഇവറ്റയുടെ വരണ്ടുണങ്ങിയ ശരീരം സോഫ്റ്റ് ആകുവാൻ തുരിശു കലക്കി കുടിപ്പിക്കുമത്രേ. വളരെ ശോഷിച്ച ചാവാലിയാണെങ്കിൽ ക്രോസിൻ കൊടുക്കും. അതോടെ മൃഗത്തിന്റെ കിഡ്നി തകരാറിലാകുമത്രേ. തുടർന്ന് ധാരാളം വെള്ളം കുടിപ്പിക്കും. വൃക്ക പ്രവർത്തിക്കാത്തതുകൊണ്ട് കന്നുകാലി തടിച്ചു ചേർക്കും. ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്നും വെള്ളം കിനിഞ്ഞിറങ്ങും. തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്. ഇത് ക്യാൻസർ രോഗത്തിന് കാരണമാകുമോ എന്നറിയില്ലെങ്കിലും ക്യാൻസർ രോഗികളുടെ എണ്ണം വലിയ തോതിൽ കൂടിയതിനു പിന്നിൽ ഇതൊരു കാരണമാകാം എന്ന് പറയപ്പെടുന്നു. ഇനി ഈ അറവുമാടുകളെ കശാപ്പ് ചെയ്യുന്ന ഇടങ്ങൾ കാണേണ്ടത് തന്നെയാണ്. നമുക്ക് വേണ്ടത് വിഷലിപ്തമായ ഭക്ഷണം വാരി വിഴുങ്ങുന്ന ഫെസ്റ്റിവലുകളല്ല, മറിച്ച് ആരോഗ്യകരമായ ഭക്ഷണം ജനങ്ങൾക്ക് നൽകുമെന്ന് പറയുന്ന ഭരണകൂടമാണ്. ഓരോ ജില്ലയിലും ഒന്നിൽ കൂടുതൽ ഫാം ഹൗസുകളും ആധുനിക മാംസ സംസ്കരണശാലകളും നിർമ്മിച്ചു കിട്ടാനാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിന് മുന്തിയ മാംസവും വിദേശിക്ക് വേണ്ടാത്ത മാംസം കഴിക്കാൻ സാക്ഷരരും മടയന്മാരുമായ നമ്മളും. തീറ്റ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. നേതാക്കൾക്ക് ചികിത്സിക്കാൻ അമേരിക്കയിലെ മുന്തിയ ആശുപത്രിയുണ്ട്. എന്നാൽ അണികൾക്കോ? സർക്കാർ ആശുപത്രി പോലും രക്ഷയ്ക്കെത്തില്ല എന്നറിയുക. നമുക്ക് വേണ്ടത് തീറ്റ ഫെസ്റ്റിവലുകളല്ല, ആരോഗ്യകരമായ മാംസം നൽകാൻ കഴിയുന്ന നമ്മുടേതായ മാംസ സംസ്കരണ ശാലകളാണ്. നല്ല മാംസമാണ്. ഇങ്ങനെയാണ് ജോയ് മാത്യു തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ജോയ് മാത്യുവിന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.